ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്ന് പാനിപ്പൂരിയുടെ റെസിപ്പി നോക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ട്രീറ്റ് ഫുഡല്ലേ, അതെങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. 1/2 കപ്പ് റവ, 1 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്ലേവറുള്ള നമ്മുടെ വെളിച്ചെണ്ണ പോലത്തെ വേണ്ട, അല്ലാത്ത കുക്കിംഗ് ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കണം ബാറ്റർ. നമുക്കതുപോലെ കുഴച്ചെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളം കേട്ടോ മൊത്തത്തിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. റവ അനുസരിച്ച് വെള്ളം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും, എന്നാലും ഏകദേശം 1/4 കപ്പൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള നനഞ്ഞ തുണിയും കൊണ്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം, അല്ലെ പെട്ടെന്ന് ഡ്രൈ ആയി പോകും കേട്ടോ. ഒരു 20 മിനിറ്റാണ് ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈം. നമുക്കിതിനകത്ത് 2 പാനിയാണ് വേണ്ടത്. അതിലൊന്നാണ് പുതിനയും മല്ലിയുള്ള. അപ്പോൾ അതിന് 1/2 കപ്പ് പുതിനയില, 1/2 കപ്പ് മല്ലിയില, പിന്നെ ഒരു ഗ്രീൻ ചില്ലി, പിന്നെ 1 ഇഞ്ച് വലുപ്പമുള്ള ഒരു പീസ് ഇഞ്ചി. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. നമുക്കിതിനെ അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്കൊരു അരമുറി നാരങ്ങ നീര് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ ഗ്രീൻ കളറൊന്നും ഇങ്ങനെ വേറൊരു സട്ടിലാവുമെന്ന്. പിന്നെ ചാട്ട് മസാല, നമ്മുടെ പാനിപ്പൂരിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ട് ഉപ്പ് വേണ്ട. 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് സ്വീറ്റ് ആൻഡ് സോർ പാനി. അപ്പം 1/4 കപ്പ് പുളിവെള്ളം, 1/4 കപ്പ് ശർക്കര വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ ടീസ്പൂൺ നമ്മുടെ ജീരകത്തിൻ്റെ പൊടി. ഇതിനകത്തും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്, 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 സവാള, 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത്, പിന്നെ നമ്മുടെ ഒരു ഗ്രീൻ ചില്ലി അരിഞ്ഞത് എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്. മസാല എല്ലാം സെയിം ആട്ടോ എല്ലാത്തിനും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ കുക്കറിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഞാൻ ഇത് എല്ലാം പരത്തി വെച്ചതിന് ശേഷം കേട്ടോ മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് കുക്കറിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. 2 പാനി ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് കറക്റ്റ് 20 മിനിറ്റ് ആയി. അപ്പോൾ പിന്നെ ഞാൻ ഇതെല്ലാം അങ്ങ് പരത്തി വെച്ചു. ഇതിങ്ങനെ പരത്തിയതിന് ശേഷം കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കട്ട് ചെയ്യാം. പക്ഷേ ഇത്രയും വലിപ്പമുള്ള പാത്രം വേണ്ട കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പൂരി കുറച്ചിങ്ങനെ വലിയ പൂരിയായിരുന്നു, അപ്പോൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ല കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ പൂരി അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ വെറ്റ് ക്ലോത്തിൽ വെക്കണം എന്നില്ല. എല്ലാം പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ വെറ്റ് ക്ലോത്തിൽ വെക്കണം, അല്ലെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. ഞാനിപ്പോൾ എല്ലാം പരത്തിയതിന് ശേഷമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം പൂരി ഇടാൻ. ഹൈ ഫ്ലെയിമിലായിരിക്കണം. പൂരി ഇട്ടതിന് ശേഷം അതിങ്ങനെ ബോൾ പോലെ ഇങ്ങനെ വീർത്ത് വരും. വീർത്ത് വന്ന ഉടനെ തീ കുറച്ച് വയ്ക്കുക, സിമ്മിൽ വെക്കുക. പിന്നെ ഈ ചൂടെണ്ണ ഇങ്ങനെ അതിൻ്റെ പുറത്തോട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതിങ്ങനെ എപ്പോഴും ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേനും നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, അതെടുത്ത് മാറ്റുകയാണ്. ഇനി ഇത് അസംബിൾ ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും കാണിച്ചു തരാം. നമ്മൾ ആദ്യം മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് വെക്കുക, പിന്നെ നമ്മുടെ കൊറിയാൻഡറും മിൻറ്റ് ലീഫിൻ്റെയും പാനി, പിന്നെ നമ്മുടെ സ്വീറ്റ് ആൻഡ് സോർ പാനിയും കൂടെ ഒഴിക്കുക. പിന്നെ ഇത് കടിക്കാതെ ഇങ്ങനെ മൊത്തത്തോടെ വായിലിടണം, അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.